The second lesson in second unit is a story named Amigo Brothers by Perry Thomas. We can see the profile here about the writer. Perry Thomas was a writer and a poet whose memoir Down These Mean Streets became a bestseller. Perry Thomas was born in 1928 and passed away in 2011. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് എ റൈറ്റർ ആൻഡ് പോയറ്റ് ഹൂസ് മെമ്മോയർ മീൻസ് ഓർമ്മക്കുറിപ്പ്. ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ് വിക്കെയിം എ ബെസ്റ്റ് സെല്ലർ. അത് വളരെ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സെല്ലറായിട്ട്, അതായത് ഒരു പുസ്തകമായിട്ട് മാറി. വൈൽ സ്പെൻഡിങ് 7 years in prison, തോമസ് reflected on the teaching of his mother and father and realized that a person is not a born criminal. അപ്പോൾ അദ്ദേഹം കുറച്ചു കാലം 7 വർഷക്കാലം പ്രിസൺ ലൈഫ് അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം അച്ഛൻ, അമ്മ എന്നിവർ പറഞ്ഞു കൊടുത്ത പാഠങ്ങൾ, പിന്നെ മറ്റ് ആൻഡ് റിയലൈസ് ദാറ്റ് എ പേഴ്സൺ ഈസ് നോട്ട് എ ബോൺ ക്രിമിനൽ. അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. സാഹചര്യങ്ങളോ മറ്റവസരങ്ങളോ അവരെ കുറ്റവാളികളാക്കുന്നതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. കോൺസിക്വൻ്റ്ലി ഹി ഡിസൈഡഡ് ടു യൂസ് ഹിസ് സ്ട്രീറ്റ് ആൻഡ് പ്രിസൺ നോ ഹൗ ടു റീച്ച് അറ്റ് റിസ്ക് യൂത്ത്. എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഹി ഡിസൈഡഡ് ടു യൂസ് സ്ട്രീറ്റ് ആൻഡ് പ്രിസൺ നോ. തൻ്റെ തെരുവിനും തൻ്റെ ജയിൽ കൂട്ടുകാർക്കും മനസ്സിലാക്കി കൊടുക്കണം. ഹൗ ടു റീച്ച് അറ്റ് റിസ്ക് യൂത്ത് ആൻഡ് ടു ഹെൽപ്പ് ദം അവോയ്ഡ് എ ലൈഫ് ഓഫ് ക്രൈം. എങ്ങനെയാണ് യുവത്വങ്ങൾ ചീത്തയായി പോകുന്നത്, അതായത് അവരുടെ റിസ്ക് അവരുടെ യൂത്തിനെ റിസ്കിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ടു ഹെൽപ്പ് ദം അവോയ്ഡ് എ ലൈഫ് ഓഫ് ക്രൈം, എങ്ങനെയാണ് കുറ്റവാളികളുടെ ജീവിതം ഒഴിവാക്കേണ്ടതെന്നും അവരെ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. തോമസ് ട്രാവൽഡ് അറൗണ്ട് ദ US, സെൻട്രൽ അമേരിക്ക ആൻഡ് യൂറോപ്പ്, ഗിവിംഗ് ലെക്ചേഴ്സ് ആൻഡ് കണ്ടക്ടിങ് വർക്ക്ഷോപ്പ് ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. അനേകം യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുകയും വർക്ക്ഷോപ്പ് കുട്ടികളെ കൂടെ ഏൽപ്പിച്ചുകൊണ്ട് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ചില ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. അമിഗോ ബ്രദേഴ്സ്. ഈ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ഫസ്റ്റ് ലെസൺ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. എന്താണ്? ദ പ്രസൻസ് ഓഫ് എ വാൾ ബിറ്റ്വീൻ ഓർച്ചാർഡ്സ് ഡസ് എൻഷുർ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൈബേഴ്സ്. അതായത് നമ്മൾ മെൻഡിങ് വാൾ എന്ന് പറയുന്ന പാഠത്തിനകത്ത് പറയുന്നത് എന്താണ്? വാളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കാനും മറ്റുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അയൽപ്പക്ക ബന്ധം സൂക്ഷിക്കാൻ നമ്മൾ ഒരു വാൾ നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ബിൽഡിംഗ് ദ വാൾ ഓർ അക്നോളജിങ് ദ നൈബേഴ്സ് റിക്വസ്റ്റ് that really establishes the relationship. അപ്പോൾ നമ്മൾ അതൊരു ചോദ്യമാണ്. ഈസ് ഇറ്റ് ദ ആക്ട് ഓഫ് ബിൽഡിംഗ് ദ വാൾ. അപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നു, ഒരു ഭിത്തി കെട്ടി എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു അയൽവാസിയുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഇത് എസ്റ്റാബ്ലിഷസ്. അപ്പോൾ അങ്ങനെ ഒരു അയൽവാസി നമുക്കിവിടെ ഒരു വാൾ കെട്ടാം എന്ന് നിർദ്ദേശിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് നിലനിൽക്കുമോ? ഡു വി റിയലി നീഡ് വാൾസ്? യഥാർത്ഥത്തിൽ നമുക്ക് ഭിത്തികൾ ആവശ്യമുണ്ടോ? ഷുഡിൻ ബി ഡെയർ ടു ഗോ ബിയോണ്ട് ദ ബൗണ്ടറീസ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ആ കെട്ടിവയ്ക്കുന്ന മതിലുകൾക്ക് അപ്പുറത്തേക്ക് ഒന്ന് കടക്കാൻ ആഗ്രഹിക്കാറില്ലേ? മതിലുകൾ കെട്ടുന്നത് നമ്മൾ തന്നെയാണ്, ചാടി കടക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും കെട്ടുന്ന മതിലുകൾ ലംഘിക്കപ്പെടുന്നു. അപ്പോൾ അത് ഈ ചോദ്യങ്ങൾ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് മതിലുകൾ കെട്ടുന്നത് കൊണ്ടൊന്നും ബന്ധങ്ങൾ അത്ര സുദൃഢമാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ നമുക്ക് ഒരു അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന കഥയിലൂടെ ഒരു സുഹൃത്ത് ബന്ധത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ മതിലുകളില്ലായ്മയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് വെർ ബോത്ത് 17 years old. 2 കഥാപാത്രങ്ങളാണ് പറയുന്നത്. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെർഗാസും. ഇവർ 17 വയസ്സുകാരനായ കുട്ടികളാണ്. ദേ വർ സോ ടുഗദർ ഇൻ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ദേ വർ ക്ലോസ് ഫ്രണ്ട്സ് ദാറ്റ് ദേ ഫെൽറ്റ് ദംസെൽസ് ടു ബി ബ്രദേഴ്സ്. അവരെ ഫ്രണ്ട്സായിട്ടല്ല പരസ്പരം, ദേ കൺസിഡർ ഈച്ച് അതർ ആസ് ബ്രദേഴ്സ്. രണ്ടുപേരും സഹോദരന്മാരാണെന്നാണ് കരുതുന്നത്. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്, ഗ്രോയിങ് അപ്പോൺ ദ ലോവർ ഈസ്റ്റ് സൈഡ് മാനറ്റൺ ഇൻ ദ സെയിം ബിൽഡിംഗ്. കാരണം അവർ ബ്രദേഴ്സിനെ പോലെ അവർക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ദേ
ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതലേ അവർ ദെയർ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടഡ് ഫ്രം ദെയർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ആ സൗഹൃദം, ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്, അവർ മാത്രമല്ല അവർ വളർന്നത് ലോവർ ഈസ്റ്റ് സൈഡ് മാനട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇൻ ദ സെയിം ബിൽഡിംഗ്, ഒരേ ബിൽഡിങ്ങിലാണ് അവർ, ഒരു ഫ്ലാറ്റിലാണ് അവർ ജീവിച്ചത്. അങ്ങനെ ജനിച്ചപ്പോൾ മുതൽ സൗഹൃദം സൂക്ഷിക്കുന്നവരാണ്. അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. അപ്പോൾ അന്റോണിയോ വളരെ മെലിഞ്ഞിട്ടാണ്, ലീൻ, ഫെയർ, സുന്ദരനാണ്, മെലിഞ്ഞ്, അതുപോലെ ലാങ്കി, അത് ഒരു എന്താണ് ലാങ്കി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വളരെ ദൃഢഗാത്രനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, ചെറിയ ശരീരമുള്ള കുട്ടിയാണ്. വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. എന്നാൽ ഫെലിക്സ് ആണെങ്കിലോ വളരെ കറുത്ത ഒരു കട്ട ശരീരം, ഷോർട്ട് എന്ന് വെച്ചാൽ അധികം പൊക്കമില്ലാത്ത ഒരു ശരീരവും, അതുപോലെ തന്നെ അവൻ കുറച്ചുകൂടി ഹസ്കിയാണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ളവനാണ്, ഹെൽത്തിയാണ് ആയിട്ട് തോന്നുന്നവനാണ്. അന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ്, എന്ന് വെച്ചാൽ അവരുടെ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആണെന്നാണ് ഈ കാണിക്കുന്നത്. അന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ മുടി എപ്പോഴും ഇങ്ങനെ കണ്ണിലേക്ക് പറന്ന് വീണ് കിടക്കുന്നതാണ്. വൈൽ ഫെലിക്സ് ഓർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. എന്നാൽ ഫെലിക്സിൻ്റെ മുടി എങ്ങനെയാണ്, അത് വളരെ ഇങ്ങനെ തിക്കി ഞെരുങ്ങി ചുരുണ്ടും തലയിൽ പറ്റിയിരിക്കുന്ന ഒരു തരം മുടിയാണ്, ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള മുടിയാണ് ഫെലിക്സിൻ്റേത്. അപ്പോൾ കാഴ്ചയിൽ രണ്ടുപേരും വ്യത്യസ്ത എക്സ്പ്രഷനുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് അങ്ങനെ ഡിഫറെൻ്റാണ്. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സംഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ഇപ്പോൾ രണ്ട് യുവാക്കൾക്കും ഒരു സ്വപ്നമുണ്ട്. സ്വപ്നം, അവർ രണ്ടുപേരും കാഴ്ചയ്ക്ക് ഡിഫറെൻ്റ് ആണെങ്കിലും അവരുടെ സ്വപ്നം ഒന്നാണ്. എന്താണ്? ദെയർ ഡിസയർ വാസ് ടു ബിക്കം എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ അറിയപ്പെടുന്ന രണ്ട് ചാമ്പ്യന്മാരായി മാറണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. എവരി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്. അപ്പോൾ എപ്പോൾ ചാൻസ് കിട്ടിയാലും ഒരു ചാൻസ് അവർ പാഴാക്കാറില്ല, എല്ലാ ചാൻസും അവർ വർക്കൗട്ട് ചെയ്തു. സം ടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ്ബ് ആൻഡ് സം ടൈംസ് അറ്റ് ദി ജിം. അപ്പോൾ കുട്ടികളുടെ ക്ലബ്ബുണ്ട്, അവിടെ പോകാറുണ്ട്, പിന്നെ ജിമ്മിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ അവരുടെ സമയം ഒരു നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികളാണ്. ഏർലി മോർണിംഗ് സൺറൈസസ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. അപ്പോൾ പ്രഭാതങ്ങളിൽ നോക്കിയാൽ അവർ നമുക്ക് കാണാം, അവരുടെ പ്രഭാതം, ദേ ഡു എക്സസൈസസ് ഇൻ ദ മോർണിംഗ് ആസ് റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. ഈസ്റ്റ് റിവർ ഡ്രൈവ് എന്ന് പറയുന്ന നദിക്കരയിൽ, ആ നദീ പ്രദേശത്തൂടെ അവർ ഓടാറുണ്ട്. റാപ്ഡ് ഇൻ സെറ്റ് ഷർട്ട്സ് ആൻഡ് ഷോർട്ട് ടവൽസ് അറൗണ്ട് ദ നെക്സ്. അപ്പോൾ വളരെ തണുപ്പ്, ഇത് ഈ ഡ്രസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട് സൈഡ്, ബട്ട് ദേ നെവർ പോസ്റ്റ്പോൺ ദ റണ്ണിങ്. ദേ വുഡ് റാപ്പ് ഇൻ സെറ്റ് ഷർട്ട്. അവർ സ്വെറ്റർ പോലുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട്, ആൻഡ് ഷോർട്ട് ടവൽസ് അറൗണ്ട് ദ നെക്സ്, കഴുത്തിലൂടെ ഇങ്ങനെ തുണിയൊക്കെ ചുറ്റിയിട്ടിട്ട് അവർ അവരുടെ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ വരുന്ന എന്താണ്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അമിഗോ, അന്റോണിയോ ആൻഡ് ഫെലിക്സ്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്? അപ്പോൾ നമുക്ക് ഇവിടെ ഭാഗത്ത് ആൻസർ കിട്ടിയതാണ്. എന്താണ്? അന്റോണിയോ, ദേ വെർ സോ ടുഗദർ ഇൻ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ദേ ഫെൽറ്റ് ദംസെൽസ് ടു ബി ബ്രദേഴ്സ്. ദേ ഹാഡ് നോൺ ഈച്ച് അതർ സിൻസ് ചൈൽഡ്ഹുഡ് ആൻഡ് ദേ ഗ്രൂ അപ്പ് ഓൺ ദ ലോവർ ഈസ്റ്റ് സൈഡ് മാൻഹട്ടൻ, ദ സെയിം ബിൽഡിംഗ്. അതാണ് ആൻസർ. അടുത്ത നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ദേ വർക്ക് ടു അച്ചീവ് ദെയർ ഡ്രീം? അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അവർ ഏത് വിധത്തിലാണ് വർക്ക് ചെയ്തത്? അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ച ഭാഗത്തു നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. എന്താണ്? ദേ യൂട്ടിലൈസ്ഡ് എവറി ചാൻസ് ദേ ഹാഡ്, and sometimes they were seen in the boys club and sometimes at the gym, and early mornings they would run along the east river side, disregarding the biting cold. ഇനി ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് വൈൽ സം യങ്സ്റ്റേഴ്സ് വർ ഇൻ ടു സ്ട്രീറ്റ് നെഗറ്റീവ്സ്. അപ്പോൾ ചില കുട്ടികളൊക്കെ സ്ട്രീറ്റിൽ നെഗറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ സമയം യൂട്ടിലൈസ് ചെയ്യാനല്ല, വെറുതെ അവരുടെ ടൈം പാസിനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമയം ദുരുപയോഗം ചെയ്യാൻ ഇറങ്ങുമ്പോൾ, യങ്സ്റ്റേഴ്സ് ഇൻ ദ സ്ട്രീറ്റ് നെഗറ്റീവ്സ് ആയിട്ട് ഇറങ്ങുമ്പോൾ, അന്റോണിയോ ആൻഡ് ഫെലിക്സ് സ്ലെപ്റ്റ്, ate, rapped and dreamt positively. അപ്പോൾ ഓൾ ദ ടൈം ദേ ഡ്രംറ്റ് പോസിറ്റീവ്ലി എന്ന് പറയുന്നതിനാണ് അവർ സ്ലെപ്റ്റ്, ഉറങ്ങിയതും, ഏറ്റ്, ഭക്ഷണം കഴിച്ചതും, റാപ്ഡ്,
ആൻഡ് എന്താണ് റാപ്ഡ് ആൻഡ് ഡ്രംഡ് പോസിറ്റീവ്ലി. അവർ വർക്ക് ചെയ്തതും അവർ ഡ്രംഡ് സ്വപ്നം കണ്ടതൊക്കെ പോസിറ്റീവായിട്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു പോസിറ്റീവ് എയിം അവരുടെ മനസ്സിലുണ്ടായി. ദേ ഹാഡ് എ പോസിറ്റീവ് എയിം ഇൻ ദെയർ മൈൻഡ് ആൻഡ് ദേ വർക്ക്ഡ് ഫോർ ഇറ്റ് റെഗുലർലി ആൻഡ് persistently. Between them they had a collection of 5 magazines. ഇനി അവർക്ക് ബിറ്റ്വീൻ ദം എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ടു ഹാഡ് എന്ന് നമ്മൾ അർത്ഥം എടുത്താൽ മതി. അവർക്ക് 2 പേർക്കും ഒരു 5 മാഗസീൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഗുസ്തി മത്സരമൊക്കെ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന 5 മാഗസീൻ, അതിനെക്കുറിച്ച് വരുന്ന മാഗസീനിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പ്ലസ് എ സ്ക്രാപ്പ് ബുക്ക് ഫിൽഡ് വിത്ത്, സ്ക്രാപ്പ് ബുക്ക് എന്ന് വെച്ചാൽ ഈ വെട്ടി ഒട്ടിക്കുന്ന പുസ്തകമാണ്, ചിത്രങ്ങൾ, ഫിൽഡ് വിത്ത് ടോൺ ടിക്കറ്റ്സ് ടു എവരി ബോക്സിംഗ് മാച്ച്. അതിനകത്ത് അവർ ഒട്ടിക്കുന്ന ചിത്രങ്ങളെല്ലാം മറിച്ച് ടിക്കറ്റുകളാണ്. ദ ടിക്കറ്റ് ടു എവരി ബോക്സിംഗ് മാച്ച് ദേ ഹാഡ് എവർ അറ്റൻഡഡ്. ഇന്ന് വരെ അവർ പോയിട്ടുള്ള എല്ലാ മാച്ചുകളുടെയും ടിക്കറ്റുകൾ കളക്ട് ചെയ്ത് അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. ആൻഡ് സം ക്ലിപ്പിങ്സ് ഓഫ് ദെയർ ഓൺ. പിന്നെ അവരുടെ തന്നെ ചില ക്ലിപ്പിങ്സ്, ചില ചിത്രങ്ങൾ, അതായത് അവർ ചാമ്പ്യൻ ബോയ്സ് ക്ലബിൻ്റെയൊക്കെ ആൾക്കാരാണല്ലോ, അപ്പോൾ അവിടെ അവർ ഫൈറ്റ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെറിയ ഫോട്ടോസ് അതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ദേവർ വെരി എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദെയർ എയിം ഓഫ് ബിക്കമിങ് വേൾഡ് ഫേമസ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻസ്. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് എന്ന് വെച്ചാൽ മത്സരം, കോമ്പറ്റീഷൻ എന്നേ ഉള്ളൂ. അപ്പോൾ കുറേ സീരീസ് എന്ന് വെച്ചാൽ കുറേയേറെ എലിമിനേഷൻ ബൗട്ട്സിലൊക്കെ ഏർപ്പെട്ട ശേഷം ദേ ഹാഡ് ബീൻ ഇൻഫോംഡ് ദാറ്റ് അവരറിയിക്കപ്പെട്ടു എന്താണ്, ദേ വേ ടു മീറ്റ് ഈച്ച് അതർ ഇൻ ദ ഡിവിഷൻ ഫൈനൽസ് ദാറ്റ് വെർ ഷെഡ്യൂൾഡ് ഫോർ ദി 7th of August. അപ്പം ഓഗസ്റ്റ് മാസത്തിൻ്റെ 7-ാം തീയതിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഡിവിഷൻ ഫൈനലിൽ, അതായത് അവസാന മത്സര കളിയിൽ ദേ ടു വേർ ടു മീറ്റ് ഈച്ച് അതർ, അവർക്ക് 2 പേർക്കുമാണ് മത്സരാർത്ഥികളായി പങ്കെടുക്കേണ്ടത് എന്ന് ദേ ഹാഡ് ബീൻ ഇൻഫോംഡ്, അവർ അറിയിക്കപ്പെട്ടു. അതായത് 2 weeks away, 2 ആഴ്ചകളെ ഇനി ബാക്കിയുള്ളൂ. ദ വിന്നർ ടു റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ്ബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് അവസാനം ഗ്രൗണ്ടിൽ വന്നത് ഈ 2 കുട്ടികളാണ്. അപ്പോൾ ഇവർ 2 സുഹൃത്തുക്കളാണ്, സഹോദരന്മാരെ പോലെ കഴിയുന്നത്. അപ്പോൾ ഇവർ 2 പേരും മത്സരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഷൻ ഫൈനൽസ് മത്സരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? ടു ദ വിന്നർ ടു റെപ്രസെൻറ്റ്, അതിൽ ജയിക്കുന്ന ബോയ്സ് ക്ലബിൻ്റെ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടും. അതിലൂടെ അവൻ ആ ഗ്രൂപ്പിലെ ഏറ്റവും ഫേമസ് ആയ കുട്ടിയായിട്ട് മാറുമല്ലോ. ഇവർ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പോൾ അങ്ങനെ 2 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു. ദ 2 boys continued to run together along the East River Drive. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷവും ഈ 2 കുട്ടികൾ എന്ത് ചെയ്തു? അവർ അപ്പോഴും ആ ഈസ്റ്റ് ഡ്രൈവിലൂടെ ഇങ്ങനെ ഓടാൻ പോകുമായിരുന്നു. ബട്ട് ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ, പക്ഷേ പരസ്പരം എന്തെങ്കിലും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ പോലും ദേ ബോത്ത് സെൻസ്ഡ് എ വാൾ റൈസിങ് ബിറ്റ്വീൻ ദം. അവർ 2 പേരും അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? ഒരു ഭിത്തി, ഒരു വേർതിരിവ്, ഒരു ഡിഫറൻസ്, ഒരു ഡിഫറൻസ് ഇല്ലാതെ ജീവിച്ച കുട്ടികളാണ്. ഒരു ഡിഫറൻസ് അവർക്കിടയിൽ വളർന്നു വരുന്നത് അവരറിഞ്ഞു. അപ്പോൾ നമുക്ക് ചോദ്യം വരുന്നത്, വാട്ട് വാസ് ദി വാൾ റൈസിങ് ബിറ്റ്വീൻ ദം? എന്തായിരുന്നു അവർക്കിടയിൽ വളർന്നുകൊണ്ടിരുന്ന ആ ഒരു ഭിത്തി? അത് ഇപ്പോഴൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് വാസ് ദ വാൾ റൈസിങ് ബിറ്റ്വീൻ ദം? അപ്പം ദർ വാസ് എ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ദർ വാസ് എ ഫീലിംഗ് ഓഫ് feeling of being the winner and defeating the other. That is the wall that rose between the 2 friends. ആ ഒരു എന്ന് വെച്ചാൽ 2 പേരും മത്സരാർത്ഥികളാണ്. They are 2 competitors. And അപ്പോൾ അവർ 2 പേരും മത്സരാർത്ഥികളാണ്. And one of them will fail and one of them will be victorious. And so each one of them want to be victorious. So there is a difference in their mind. That might be the reason here says that there is a wall rising between them. അപ്പോൾ അത് തന്നെയായിരിക്കണം കാരണം. അവർ മത്സരാർത്ഥിയായതുകൊണ്ട് ജയിക്കണം എന്നുള്ള ആഗ്രഹം 2 കൂട്ടർക്കും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അകലം അവരിൽ ഇങ്ങനെ വളർന്നു വന്നു. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പേജ് പഠിക്കുമ്പോൾ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ, ആ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വയ്ക്കണം. പേജ് നമ്പർ 41. One morning, less than a week before their bout,
They met as usual for their daily workout. അപ്പം ഒരു ദിവസം എന്ത് ചെയ്തു, അവരിങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, അവരാണ് ഇനി കോമ്പറ്റേറ്റേഴ്സ്. അങ്ങനെ ഇരിക്കുമ്പോൾ വൺ മോർണിംഗ് ലെസ് ദാൻ എ വീക്ക് ബിഫോർ ദെയർ ബൗട്ട്, അവരുടെ ബൗട്ടിന്, അതായത് അവരുടെ ആ ഒരു മത്സരത്തിന് ഒരാഴ്ച മുമ്പിൽ അത്രയും ദിവസങ്ങളില്ല, ഒരാഴ്ച കുറഞ്ഞ ദിവസങ്ങൾ, അതാണ് ലെസ് എന്ന് പറയാൻ കാര്യം. ദേ മെറ്റ് ആസ് യൂഷ്വൽ ഫോർ ദെയർ ഡെയിലി വർക്കൗട്ട് മീൻസ് പ്രാക്ടീസ്. അപ്പോൾ അവരുടെ ദൈനംദിന പ്രാക്ടീസിനായിട്ട് അവർ പുറപ്പെടുകയാണ്. അന്റോണിയോ ഗ്ലാൻസ്ഡ് അറ്റ് ഫെലിക്സ് ഹു കെപ്റ്റ് ഹിസ് ഐസ് purposely straight ahead. Antonio എന്ത് ചെയ്തു, ഗ്ലാൻസ്ഡ് മീൻസ് ലുക്ഡ് അറ്റ് ഫെലിക്സ് ഹു കെപ്റ്റ് ഹിസ് ഐസ് പർപ്പസ്ലി സ്ട്രേറ്റ് അഹെഡ്. അപ്പോൾ ഫെലിക്സ് ആണെങ്കിൽ അന്റോണിയോ നോക്കുന്നതേ ഇല്ല. അന്റോണിയോ ഫെലിക്സ് തന്നെ നോക്കാത്ത ഫെലിക്സിനെ, അതായത് സ്ട്രെയിറ്റ് നോക്കി നടക്കുന്ന ഫെലിക്സിനെ നോക്കി, പാസിങ് ഫ്രം ടൈം ടു ടൈം ടു ഡു സം ഫാൻസി ലെഗ് വർക്ക്. പാസിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ തല മുന്നോട്ട് നിർത്തിയിട്ട് പാസിങ്, ഇടയ്ക്ക് നിന്നിട്ട് ഫ്രം ടൈം ടു വെച്ചാൽ വിത്തിൻ എ ഷോർട്ട് ടൈം ടു ഡു സം ഫാൻസി ലെഗ് വർക്ക് എന്ന് വെച്ചാൽ ഒരു അലസമായ കാലുകൊണ്ടുള്ള ജോലി ചെയ്യാണ്. വൈൽ ത്രോയിങ് 1-2 ഫോളോഡ് ബൈ അപ്പർ കട്ട്സ് ടു ആൻ ഇമാജിനറി ജ. എന്നിട്ടിങ്ങനെ അവനിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നിട്ട് ലെഗ് ഇങ്ങനെ ത്രോ ചെയ്തിട്ട്, അതായത് കാല് മുന്നോട്ട് വലിച്ച് വിട്ടിട്ട് 1-2 ആയിട്ട്, 1-2, ഒരിടി രണ്ടിടി, അങ്ങനെ ഒരു അപ്പർ കട്ട് ടു ആൻ ഇമാജിനറി ജ. അതായത് തൻ്റെ മുന്നിലൊരു ജായുണ്ടെന്ന്, എന്ന് വെച്ചാൽ തൻ്റെ മുന്നിലൊരു താടി, ആ താടിയിലേക്ക് അവൻ ഇങ്ങനെ ഇടിക്കുന്നതായിട്ട്, ഒരിടി ഇടിക്കുന്നു, പിന്നെ 2 ഇടി ഇടിക്കുന്നു, ഇങ്ങനെ ഒരു പ്രിട്ടൻഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. യഥാർത്ഥത്തിലൊരു താടിയില്ല, പക്ഷേ എങ്കിലും അവൻ ഇമാജിൻ ചെയ്ത് അങ്ങനെ ഇടിക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു. ആഫ്റ്റർ എ മൈൽ ഓർ സോ ഫെലിക്സ് പഫ്ഡ് ആൻഡ് സെഡ്. ആ 1 മൈൽ ദൂരമോ മറ്റോ അങ്ങനെ പോയിട്ട് ഫെലിക്സ് എന്ത് ചെയ്തു, പഫ്ഡ് ആൻഡ് സെഡ്, കിതച്ചിട്ട് പറഞ്ഞു, ലെറ്റ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ, നമുക്കിവിടെ നിർത്താം. ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ടു ഈച്ച് അതർ. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം എന്തോ പറയാനുണ്ടല്ലോ, അപ്പോൾ ഒരു ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എന്ന് അവന് തോന്നി. അപ്പോൾ നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. അന്റോണിയോ ഹെൽപ്ഡ്. അപ്പോൾ എന്നിട്ട് അന്റോണിയോ പറയാണ്, മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. അതെങ്ങനെ പുറത്തേക്ക് വിടണം എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അന്റോണിയോയ്ക്കും എന്തോ പറയാനുണ്ട്, അത് അയാൾക്ക് എങ്ങനെ തുടങ്ങണം. ഹീ ഡിഡ് നോട്ട് നോ ഹൗ ടു സ്റ്റാർട്ട് ഇറ്റ്. ഇറ്റ് ഈസ് അബൌട്ട് അവർ ഫൈറ്റ് റൈറ്റ് എന്ന് ചോദിച്ചു. ഇത് നമ്മുടെ മത്സരത്തെക്കുറിച്ചാണല്ലേ എന്ന് പറഞ്ഞു. യാ റൈറ്റ്. ഫെലിക്സ് ഐസ് സ്ക്വിൻറ്റഡ് അറ്റ് ദ റൈസിങ് ഓറഞ്ച് സൺ. ഉയർന്നു വരുന്ന ഓറഞ്ച് നിറമുള്ള സൂര്യനിൽ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഞാനും അതേക്കുറിച്ച് ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഹി ഓൾസോ ഹാവ് ദ ഡൗട്ട് ഹൗ ടു സ്റ്റാർട്ട് ഇറ്റ്. ഇൻ ഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു. അതായത് ഈ ഒരു ഇറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കോമ്പറ്റീഷൻ. അപ്പോൾ സിൻസ് അതുകൊണ്ട് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു. അതിന് ഞാനും നീയും ആകാൻ പോകുന്ന ഒരു സ്ഥിതിക്ക്, എന്താണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക്, ഐ ഹാവ് ബീൻ അവേക്ക് അറ്റ് നൈറ്റ്. എനിക്ക് ഉറക്കമുണ്ടായതിന് ഞാൻ രാത്രി ഉണർന്ന് കിടന്നു. പുള്ളിങ് പഞ്ചസ് ഓൺ യു. അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, നിൻ്റെ നേരെ ഇടി അങ്ങോട്ട് ഇട്ട് തരികയായിരുന്നു. ട്രൈയിങ് നോട്ട് ടു ഹർട്ട് യു എന്ന് വെച്ചാൽ ആ ഇടി എങ്ങനെയുള്ളതാണ്, ട്രൈയിങ് നോട്ട് ടു ഹർട്ട് യു, നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഇടി ഇടിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം പോലെ, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടന്നപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു കിടന്നു. സെയിം ഹിയർ, ഇവിടെയും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. It isn't natural not to think. അപ്പോൾ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. അപ്പോൾ ഈ ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അത് നാച്ചുറൽ അല്ല. കാരണം സ്വാഭാവികമായിട്ടും പിറ്റേ സംഭവിക്കുന്ന കാര്യത്തെ ചിന്തിക്കും. വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വാണ്ട് ടു വിൻ. കാരണം നമ്മൾ രണ്ടുപേരും മത്സരാർത്ഥികളാണ്, നമ്മൾ തീർച്ചയായിട്ടും വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഓൺലി വൺ ഓഫ് us can win. എന്നാൽ നമ്മളിൽ ഒരാളിന് മാത്രമേ വിൻ ചെയ്യാനാകൂ. ദർ ആർ നോ ഡ്രോസ് ഇൻ ദ എലിമിനേഷൻ. മാത്രമല്ല എലിമിനേഷൻ ബൗട്ട് ആയതുകൊണ്ട് ഇനി ഡ്രാ വിളിയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈക്വൽ ചെയ്ത് നിർത്തുന്ന ഒരു സമ്പ്രദായമൊന്നും ഇല്ലല്ലോ. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ ജെന്റിലി ഓൺ ദ ഷോൾഡേഴ്സ്. അപ്പോൾ അന്റോണിയോ ഇങ്ങനെ വിഷമിച്ച് സംസാരിക്കുന്നതായിട്ട് ഫെലിക്സ് എന്ത് ചെയ്തു, അന്റോണിയുടെ തോളിലൊന്ന് തട്ടി. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബ്രാഗിങ് ബ്രോ, ബട്ട് ഐ വോണ്ട് ടു വിൻ. ഉണ്ട്, ഞാൻ നിന്നോട് ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബ്രാഗിങ്. ഞാൻ നിന്നോട് ബ്രാഗിങ് മീൻസ് ബെഗിങ്. അപ്പോൾ ഞാൻ നിന്നോട് കെഞ്ചുകയാണ് എന്നൊന്നും നിനക്ക് തോന്നരുതേ. ബട്ട് ഐ വോണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. പക്ഷേ എനിക്ക് ജയിക്കണം. ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ഇൻ എ ഗുഡ് വേ ഐ വോണ്ട് ടു വിൻ. എനിക്ക് ഈ കളിയിൽ മത്സരത്തിൽ ജയിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അന്റോണിയോ
നോഡഡ് ക്വയറ്റ്ലി. ഇതൊക്കെ കേട്ടിട്ട് അന്റോണിയോ പതുക്കെ തലകുലുക്കി. യാ വി ബോത്ത് നോ ദാറ്റ്. അതായത് നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഇൻ ദ റിങ് ദ ബെറ്റർ മാൻ വിൻസ്. ഈ റിങ്ങിൽ കയറി കഴിഞ്ഞാൽ, അതായത് വളയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ, ഈ എന്താണ് ഗുസ്തി മത്സരങ്ങളോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ദ ബെറ്റർ മാൻ വിൻസ്, മികച്ച ആൾ വിജയിക്കുന്നു. ഇറ്റ് ഈസ് ഫെയർ, അത് തന്നെയാണ് നല്ലത്. ടോണി വെൻ വി ഇറ്റ് ഈസ് ഫെയർ ടോണി എന്ന് വിളിച്ചു. വെൻ വി ഗെറ്റ് ഇൻ ടു ദ റിങ്, നമ്മൾ ഈ റിങ്ങിലേക്ക് കയറുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇറ്റ് ഹാസ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരെ പോലെ പെരുമാറണം. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹവി സ്ട്രേഞ്ചേഴ്സ് ദറ്റ് വോണ്ട് ദ സെയിം തിങ് ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാവ് ഇറ്റ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ച്, നമ്മൾ തികഞ്ഞ അപരിചിതരായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റണം. അതായത് ദറ്റ് വോണ്ട് ദ സെയിം തിങ്, രണ്ടുപേരും ഒരു കാര്യം, വിക്ടറി എന്ന് പറയുന്ന വിജയം ഒരു കാര്യം ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാവ് ഇറ്റ്. അതിലൊരു മത്സരം നടന്നു കഴിഞ്ഞാൽ ഒരാളിന് മാത്രമല്ലേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായല്ലോ എന്നാര് ചോദിച്ചു? ഫെലിക്സ് പറഞ്ഞു. ഐ നോ ടോണി സ്മൈൽഡ്. അപ്പോൾ ഐ നോ, എനിക്കറിയാം എന്ന് ടോണി സ്മൈൽ ചെയ്തു. നോ പുള്ളിങ് പഞ്ചസ് ഒന്നും പാടില്ല എന്ന് വെച്ചാൽ വലിയ കനത്ത ഇടികൾ പാടില്ല. വി ഗോ ഓൾ ദ വേ, അത് തീരും വരെയും അങ്ങനെ തന്നെ പോകണം. യാ ദാറ്റ് ഈസ് റൈറ്റ്. ലിസൺ ടോണി, don't you think it is good idea if we don't see each other? I know Tony smiled. No pulling punches, we go all the way. നമ്മൾ ഫുൾ കളിക്കുമ്പോഴും അങ്ങനെ തന്നെ പോകണം. അതായത് എങ്ങനെയാണ്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ചെയ്യാതെ. യാ ദറ്റ് ഈസ് റൈറ്റ്, റൈറ്റ്. ലിസൺ ടോണി, ശ്രദ്ധിക്കൂ ടോണി. ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ഐഡിയ? അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നില്ലേ? ഇഫ് വി ഡോണ്ട് സീ ഈച്ച് അതർ അണ്ടിൽ ദ ഡേ ഓഫ് ദ ഫൈറ്റ്. ഏത് നല്ലതല്ലേന്നാണ്? വി ഡോണ്ട് സീ ഈച്ച് അതർ അണ്ടിൽ ദ ഡേ ഓഫ് ദ ഫൈറ്റ്. ഇനി ഫൈറ്റ് നടക്കുന്ന ദിവസം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളുടെ അന്ത്യം വരെ നമുക്ക് കാണാതിരുന്നാൽ എന്താ എന്നൊരു നല്ല ഐഡിയ ഇല്ലേ എന്ന് ചോദിച്ചു. ഐ ആം ഗോയിങ് ടു സ്റ്റേ വിത്ത് മൈ ഓൺട്ട് ലൂസി ഇൻ ബ്രോങ്സിൽ താമസിക്കുന്ന എൻ്റെ അമ്മായി ലൂസിയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ടോണി എന്ത് ചെയ്തു? സ്ക്രാച്ച് ഹിസ് നോസ് പെൻസീവ്ലി. അവൻ മൂക്ക് ഒന്ന് പെൻസീവ് എന്ന് വെച്ചാൽ തിങ്കിങ്ങിലി, വളരെ ചിന്തിക്കുമാർ അവൻ മൂക്കൊന്ന് ചൊറിഞ്ഞു. യാ ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. അതെ, എന്ന് വെച്ചാൽ ഹെഡ്സ് എന്ന് വെച്ചാൽ ചിന്തകളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അത് തന്നെയായിരിക്കും നല്ലത്. ഹീ ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ് പാം അപ്വേർഡ് ഡീൽ. എന്നിട്ട് അവൻ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഡീൽ പറഞ്ഞു. ഡീൽ. ഫെലിക്സ് റൈറ്റ്ലി അപ്ലൈഡ് ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. അപ്പോൾ ഫെലിക്സ് എന്ത് ചെയ്തു? ലൈറ്റ്ലി, പതുക്കെ അടിച്ചു. എവിടെയാണ്? ആ ഓപ്പൺ സ്പിന്നിൽ, കൈക്കകത്തല്ല, പുറത്ത്. കൈക്കകത്ത് തന്നെ അടിച്ചു. റെഡി ഫോർ സം മോർ റണ്ണിങ് ടോണി ആസ്ക്ഡ് ലേമിലി. ലേമിലി എന്ന് വെച്ചാൽ ശക്തിയില്ലാത്ത രീതിയിൽ, അശക്തമായ രീതിയിൽ, എന്ന് വെച്ചാൽ വാക്കുകൾക്ക് ബലം കുറഞ്ഞ രീതിയിൽ എന്ത് ചോദിച്ചു? റെഡി ഫോർ സം മോർ റണ്ണിങ്, കുറച്ചുകൂടെ ഓടാൻ റെഡിയാണോ? നോ ബ്രോ, ലെറ്റസ് കട്ട് ഇറ്റ് ഹിയർ. ഇല്ല സഹോദരൻ, നമുക്കിവിടെ കട്ട് ചെയ്യാം. യു ഗോ ഓൺ, നിനക്ക് വേണമെങ്കിൽ പൊയ്ക്കോളൂ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗദർ ഇൻ മൈ ഹെഡ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഐ ഹാവ് സംതിങ് ടു തിങ്ക് അബൌട്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചിന്തിച്ചെടുക്കാനുണ്ട്. യു ആറിൻറ്റ് വറീഡ് ഓറൻറ്റ് യു? ടോണി ആസ്റ്റ്. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. നോ വേ മാൻ, ഫെലിക്സ് ലാഫ്ഡ് ഔട്ട് ലൗഡ്. അപ്പോൾ എന്ത് ചെയ്തു? ആൻ്റോണിയെ ചോദിക്കുന്ന ചോദ്യത്തിന് ഫെലിക്സ് ചിരിച്ച് തള്ളിക്കൊണ്ടൊരു മറുപടി പറഞ്ഞു. ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ് ഈസ് കൂളർ ഇഫ് വി സ്പ്ലിറ്റ് റൈറ്റ് ഹിയർ. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ഇവിടെ വെച്ചങ്ങ് പിരിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. ആഫ്റ്റർ ദ ഫൈറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടുഗദർ അഗെയിൻ ലൈക്ക് നത്തിങ് എവർ ഹാപ്പൻഡ്. ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരുമിച്ച് ഇങ്ങനെ നത്തിങ് ഹാപ്പൻഡ് പോലെ, എന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നമുക്ക് വീണ്ടും ഗെറ്റ് ടുഗദർ ആകാം, എന്ന് വെച്ചാൽ ഒരുമിച്ചാകാം. ദ അമിഗോ ബ്രദേഴ്സ് വെയർ നോട്ട് അഷേംഡ് ടു ഹഗ് ഈച്ച് അതർ ടൈറ്റ്ലി. അപ്പോൾ പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഒട്ടും തന്നെ ലജ്ജ ഉണ്ടായിരുന്നില്ല. ഏതിനാണ്? അഷേംഡ് ടു ഹഗ് ഈച്ച് അതർ ടൈറ്റ്ലി. മുറുകെ കെട്ടിപ്പിടിച്ച് പുണർന്നിട്ടാണ് അവർ പിരിയുന്നത്. കാരണം ഒരാൾ അമ്മായിയുടെ വീട്ടിൽ പോകാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദ ഈവനിങ് ബിഫോർ ദ ബിഗ് ഫൈറ്റ്, എന്തായാലും ആ വലിയ മത്സരത്തിൻ്റെ മുന്നിലെ തലേ ദിവസത്തിൽ ടോണി മെയ്ഡ് ഹിസ് വേ ടു ദ റൂഫ് ഓഫ് ഹിസ് ബിൽഡിംഗ്. ആൻ്റണി എന്ത് ചെയ്തു? അവൻ്റെ മേൽക്കൂരയിലെ മുറിയിലേക്ക് കയറിപ്പോയി, എന്നുവെച്ചാൽ മുകളിലത്തെ നിലയിൽ ചെന്നു. ഇൻ ദ ക്വയറ്റ് ഏർലി ഡാർക്ക് ഹി പിയേർഡ് ഓവർ ദ ലഡ്ജ്. ആ ഇരുണ്ട രാത്രിയിൽ
അവനിങ്ങനെ തുറച്ചു നോക്കി. എവിടേക്കാണ്? ആ ലെഡ്ജിൽ, പിയേർഡ് ഓവർ ദ ലെഡ്ജ് എന്ന് വെച്ചാൽ ഒരു പാറയ്ക്കപ്പുറത്തേക്ക് അവൻ തുറച്ചു നോക്കി. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് അവൻ വിചാരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫീലിംഗ് ഹി ഹാഡ് സക്സീഡഡ് ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്. അപ്പോൾ ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്, ഫീലിംഗ് ഹി ഹാഡ് സക്സീഡഡ് ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്. താൻ തൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഉപദേശിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആൻ്റോണിയെ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. ബട്ട് ഒൺലി ഇൻ ദ റിംഗ് വുഡ്, എന്നാൽ റിങ്ങിൽ കയറുമ്പോൾ മാത്രം ഹി റിയലി നോ, അവൻ അറിഞ്ഞാൽ മതി എന്നാണ്. എന്താണ് അറിഞ്ഞാൽ മതി? ഹി പിയേർഡ് ഇൻ ദ ക്വയറ്റ്. അപ്പോൾ എന്താണ്? ഇൻ ദ ഈവനിങ് ബിഫോർ ദ ബിഗ് ഫൈറ്റ് ടോണി മെയ്ഡ് ഹിസ് വേ ടു ദ റൂഫ് ഓഫ് ഹിസ് ബിൽഡിംഗ്. ഇൻ ദ ക്വയറ്റ് ഏർലി ഡാർക്ക് ഹി പിയേർഡ് ഓവർ ദ ലെഡ്ജ്. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. അവൻ ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ആ ഫെലിക്സിനെ കുറിച്ച് ചിന്തിച്ചാൽ ഫീലിംഗ് ഹി ഹാഡ് സക്സസ്ഫുള്ളി ഇൻ സൈക്കിങ് ഹിസ് മൈൻഡ്, തനിക്ക് തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുകയില്ല. ബട്ട് ഓൺലി ഇൻ ദ റിംഗ് വുഡ് ഹി റിയലി നോ. ആ റിയലി അവൻ അറിയേണ്ടത് എന്ന് വെച്ചാൽ അവൻ യഥാർത്ഥത്തിൽ അറിയുന്നത് റിങ്ങിൽ തന്നെ ആയിരിക്കണം. റിങ്ങിൽ മാത്രമേ. ടു സ്പെയർ ഫെലിക്സ് ഹേർട്ട്, ഫെലിക്സിനെ ഹേർട്ടിൽ നിന്ന് ഒഴിവാക്കാൻ, എന്ന് വെച്ചാൽ ഇടിയുടെ ആഘാതത്തിൽ നിന്ന് ഒഴിവാക്കാൻ, ഹി വുഡ് ഹാവ് ടു നോക്ക് ഹിം ഔട്ട് ഏർലി ആൻഡ് ക്വിക്ക്. അപ്പോൾ ഹി വുഡ് ഹാവ് ടു നോക്ക് ഹിം ഔട്ട്, അതാണ് ഒരുപാട് ഇടി കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? നോക്ക് ഹിം ഔട്ട് ഏർലി ഓർ ക്വിക്ക്ലി, വളരെ നേരത്തെ അല്ലെങ്കിൽ വളരെ ക്യുക്കായിട്ട് അവനെ ഇടിച്ച് തള്ളിക്കഴിഞ്ഞാൽ അവൻ അധികം ഇടി കൊടുക്കാതെ അവനെ പരിക്കുകൾ ഏൽപ്പിക്കാതെ വിടാൻ സാധിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. എത്ര സൈഡ് ക്വസ്റ്റ്യൻ വന്ന് നോക്കൂ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട്, അത് നോക്കിയതാണ്. ഫെലിക്സ് ഡിസൈഡ് ടു ഗോ ടു ആൻഡ് ലൂസി. വൈ? ഫെലിക്സ് അമ്മായിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചല്ലോ. എന്തിനാണ് ഫെലിക്സ് അമ്മായിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചത്? നമുക്ക് ആൻസർ ഇവിടെ കിടപ്പുണ്ട്. എന്താണ്? ഫെലിക്സ് ഡിഡ് നോട്ട് വാണ്ട് ടു Felix decided to go to, Felix did not want to see Antonio more after the competition was declared. He wanted to be alone, and sometimes he thought of working out a new method of defeating Antonio. Then ഇനി മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. നമുക്ക് ആ ചോദ്യം കൂടെ നോക്കാം. അമിഗോ ബ്രദേഴ്സിൻ്റെ എന്താണ്? കമ്പയർ ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് അമിഗോ ബ്രദേഴ്സ് ഓൺ ദ ഈവ് ഓഫ് ദെയർ ഫൈറ്റ്. ആ ഫൈറ്റിൻ്റെ ഈവനിങ്ങിൽ എന്തൊക്കെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ആയിരുന്നു ഈ മത്സരാർത്ഥികളുടെ മനസ്സിൽ നിറഞ്ഞത് എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളിപ്പോൾ പഠിച്ച് തീർന്നിട്ടില്ല. കുറച്ചുകൂടെ പഠിച്ചാലേ അതിൻ്റെ ആൻസർ ആവുള്ളൂ. ഇവിടെ ഇപ്പം ഒരു ആൻസറേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഏതാണ്? Felix decided to go to Andalusia. Why? Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his fists. അപ്പോൾ സൗത്ത് ബ്രോങ്സ് എന്ന് പറയുന്ന ലൂസീസ് അപ്പാർട്ട്മെൻ്റ് അവിടെയാണല്ലോ. അപ്പോൾ ലൂസിയുടെ വീട്ടിലെ ആ പ്രദേശത്ത് അലക്സ് അവിടെ താമസിക്കുമ്പോൾ അവൻ ഡിസൈഡ് ടു ടേക്ക് എ മൂവി ഇൻ ആൻ എഫേർട്ട് ടു കീപ്പ് ആൻ്റോണിയോസ് ഫേസ് അവേ. അവനൊരു മൂവിക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ. അതായത് ഒരു സിനിമ. ആ സിനിമ എന്ന് വെച്ചാൽ ഫൈറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഫൈറ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ചില ട്രിക്സ് ഒക്കെ കാണിക്കുന്നു എന്ന് വിചാരിച്ച് ആൻ്റോണിയുടെ ഫിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ, ആൻ്റോണിയുടെ മുഖത്ത് ഇടിയേൽക്കാതെ എങ്ങനെ ഇടിക്കാം എന്ന് കണ്ടുപഠിക്കാനായിട്ട് ഫെലിക്സ് ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. ദ ഫ്ലിക്ക് വാസ് ദ ചാമ്പ്യൻ വിത്ത് കിർക്ക് ഡോഗ്ലാസ്. കിർക്ക് ഡോഗ്ലാസ് എന്ന് പറയുന്ന ഒരു ചാമ്പ്യൻ്റെ സിനിമയാണ് അത്. അതായത് അദ്ദേഹം ഒരു ബോക്സറാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമയാണ്. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. പക്ഷേ ചാമ്പ്യൻ അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സ് ഫെൽറ്റ് എ ഷോക്ക്. അത് കണ്ട് ഫെലിക്സിന് ആകപ്പാടെ ഷോക്കായി. ഹി സാ ഹിംസെൽഫ് ഇൻ ദ റിംഗ്. അവനെ തന്നെയാണ് റിങ്ങിൽ കണ്ടത്. ബ്ലാസ്റ്റിംഗ് ആൻ്റോണിയോ എഗൻസ്റ്റ് ദ റോപ്സ്. ആൻ്റോണിയോ ബ്ലാസ്റ്റ് ചെയ്ത് ഇടിച്ച് റോപ്പിലേക്ക് തള്ളി മാറ്റുന്ന ആ രംഗം അവൻ മനസ്സിലോർത്തു. അങ്ങനെ അവന് തൻ്റെ കൈകൊണ്ട് ആൻ്റോണിയെ ഇടിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു വിഷമം അവൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ എന്തായാലും ആ സിനിമ അവൻ ഒട്ടും തന്നെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയില്ല. ഹി വാക്ക്ഡ് സം ഡാർക്ക് സ്ട്രീറ്റ്സ്. അവൻ ചില ഇരുട്ട് ബാധിച്ച തെരുവിലൂടെയൊക്കെ നടന്നു. ഡെസർട്ടഡ് എക്സെപ്റ്റ് ഫോർ സം സ്മാൾ പോക്കറ്റ്സ് ഓഫ് വെറി ലുക്കിംഗ് കിഡ്സ് വെയറിംഗ് യങ് കളേഴ്സ്. അതായത് എക്സെപ്റ്റ് ഒഴികെ ആ തെരുവിൽ ആരൊഴികെ ഈ സ്മാൾ പോക്കറ്റ്സ് ഓഫ് വെറി ലുക്കിംഗ് കിഡ്സ് അല്ലാതെ, അതായത് ഒഴിഞ്ഞ പോക്കറ്റുകളുമായിട്ട് ക്ഷീണിച്ച കണ്ണുകളുമായിട്ടൊക്കെ നിൽക്കുന്ന ചില പാവപ്പെട്ട കുട്ടികളല്ലാതെ അവർ ധരിച്ചിരിക്കുന്നതൊക്കെ ഗ്യാങ് കളറാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പല ഡിഫറെൻറ്റ്
കളറിലുള്ള തുണിയൊക്കെ വെച്ച് തെച്ചെടുക്കുന്ന ഒട്ടും തന്നെ ഫാഷനബിൾ അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾ സഞ്ചരിക്കുന്ന തെരുവിലൂടെയൊക്കെ നടന്നു. വാക്കിംഗ് ദ സ്ട്രീറ്റ് ഹാഡ് നോട്ട് റിലാക്സ്ഡ് ഹിം. ആ തെരുവ് സഞ്ചാരവും അവന് ഒട്ടും തന്നെ സുഖം പകർന്നില്ല. നൈദർ ഹാഡ് ദ ഫൈറ്റ് ഫ്ലിക്ക്. അതുപോലെ തന്നെ ഫൈറ്റ് ഫ്ലിക്കും അവന് ഒട്ടും സുഖം പകർന്നില്ല. all it had done was to stir him up. ഇത് അവനെ എന്താണ്, all this had done was to stir him up. ഇതെല്ലാം അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയതേ ഉള്ളൂ. He let himself quietly into his Aunt Polly's apartment. അങ്ങനെ അവൻ നേരെ ആൻറ്റ് പോളിയുടെ അപ്പാർട്ട്മെൻറ്റിൽ കയറി ആൻഡ് വെൻ്റ് സ്ട്രൈറ്റ് ടു ബെഡ്, നേരെ കിടക്കയിലേക്ക് ചെന്നു. അന്റോണിയോ വാസ് പാസിങ് സം ഹെവി ടൈം ഓൺ ഹിസ് റൂഫ് ടോപ്പ്. അന്റോണിയോ ഇതുപോലെ തന്നെ കുറച്ച് ദുഃഖ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഹെവി ആയിരിക്കുന്ന മനസ്സിൻ്റെ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. അവൻ്റെ മനസ്സിലെ സംശയതാണ്, ഹൗ ഡു ദ ഫൈറ്റ് ടുമോറോ അഫക്റ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലിക്സ്. ഫെലിക്സുമായുള്ള തൻ്റെ ബന്ധത്തെ എങ്ങനെ ഈ ഫൈറ്റ് ബാധിക്കും? ആഫ്റ്റർ ഓൾ ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. അപ്പോൾ വീണ്ടും അവൻ സമാധാനം സ്വയം കണ്ടെത്തുകയാണ്. എന്താണ്, എന്തൊക്കെ പറഞ്ഞാലും ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ, മറ്റേതൊരു പ്രൊഫഷൻ പോലെ തന്നെയാണ് ഈ ഫൈറ്റിങ്ങും. ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. സൗഹൃദത്തിന് അതിലൊരു ബന്ധവുമില്ല. ബട്ട് ഗ്നായിങ് ഡൗട്ട്സ് ക്രപ്റ്റ്. അവൻ്റെ മനസ്സിൽ സദാ ശല്യപ്പെടുത്തുന്ന സംശയം ഇഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു. ഈ മേൾ പറഞ്ഞ സംശയം എന്താണ്, തൻ്റെ സൗഹൃദത്തെ ഇതെങ്ങനെ ബാധിക്കും? ഹി കട്ട് നെഗറ്റീവ് തിങ്കിങ് റിയലി ക്വിക്ക് ബൈ ഡൂയിങ് സം സ്പീഡ്ലി ഫാൻസി ഡാൻസ് സിസ്റ്റം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ഈ നിഷേധ ചിന്തകളെ തൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പ്രിയപ്പെട്ട ചില ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ട് സ്പീഡായിട്ട് ചെയ്യാൻ തുടങ്ങി. ഫെലിക്സ് അമിഗോ ബ്രദർ വാസ് നോട്ട് ഗോയിങ് ടു ബി ഫെലിക്സ്. അവൻ ചിന്തിക്കണം അപ്പോഴും എന്താണ്, ഫെലിക്സ് അമിഗോ ബ്രദർ വാസ് നോട്ട് ഗോയിങ് ടു ബി ഫെലിക്സ് അറ്റ് ഓൾ ഇൻ ദ റിംഗ്, ജസ്റ്റ് ആൻ ഒപ്പോണൻറ്റ് വിത്ത് അനദർ ഫേസ്. നാളെ റിങ്ങിലെത്തുമ്പോൾ തൻ്റെ പ്രിയ സഹോദരനായിട്ടുള്ള അമിഗോ ബ്രദറായിട്ടുള്ള ഫെലിക്സ് ഒരിക്കലും ആ ഫെലിക്സ് ആയിരിക്കില്ല, അവൻ തികഞ്ഞ ഒരു എതിരാളിയായിരിക്കും. അപ്പോൾ എതിരാളി എതിരിട്ടല്ലേ മതിയാകുള്ളൂ. അന്റോണിയോ വെന്റ് ടു സ്ലീപ്പ്. ഇതിങ്ങനെ വിചാരിച്ചുകൊണ്ട് അസ്വസ്ഥമായിട്ട് അവൻ with a distressed heart he went to sleep. Like his friend he prayed for victory. അവൻ്റെ സുഹൃത്തിനെ പോലെ തന്നെ ഇവനും എന്ത് ചെയ്തു, അന്റോണിയോയും വിക്ടറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വയാ എ ക്വിക്ക് ക്ലീൻ നോക്ക് ഔട്ട് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിന് അതാണ്, അധികം ഹാം ഒന്നും തൻ്റെ സുഹൃത്തിന് വരുത്താതെ ഒറ്റ റൗണ്ടിൽ തന്നെ ഒരു പ്രഹരത്തിലൂടെ തൻ്റെ സഹോദരനായിട്ടുള്ള ഫെലിക്സിനെ തോൽപ്പിക്കണം, അധികം അവനെ ഹാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു എങ്ങനെയെങ്കിലും വേഗം ഈ ഫൈറ്റ് അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് അവനും ഉറങ്ങാൻ പോയത്. ദെൻ നെക്സ്റ്റ് പാർട്ട്, ലാർജ് പോസ്റ്റേഴ്സ്. അങ്ങനെ വലിയ അത് ദിവസങ്ങൾ അടുത്ത് വരികയാണ്, ടൈം അടുത്ത് വരികയാണ്. ലാർജ് പോസ്റ്റേഴ്സ് പ്ലാസ്റ്റേഡ് ആൾ ഓവർ ദി വാൾസ് ഓഫ് ലോക്കൽ ഷോപ്സ്. അപ്പം തൊട്ടടുത്ത കടകളിലൊക്കെ തന്നെ വലിയ വലിയ പോസ്റ്ററൊക്കെ വെച്ചു. ആ പോസ്റ്റർ അനൗൺസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് ആസ് ദ മെയിൻ ബോട്ട്. അപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും മെയിൻ ബോട്ടിൽ ഏർപ്പെടുന്നു എന്ന് വെച്ചാൽ പ്രധാന മത്സരത്തിൽ ഏർപ്പെടുന്നു എന്ന് കാണിക്കുന്ന കുറേ പരസ്യങ്ങളൊക്കെ വെച്ചു. ദ ഫൈറ്റ് ഹാഡ് ക്രിയേറ്റഡ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ നൈബർഹുഡ്. എന്തായാലും ഈ വിവരം, ഇവരമുള്ള ഫൈറ്റിങ് വളരെ നൈബർഹുഡിലൊക്കെ എന്ന് വെച്ചാൽ ജനവാസികളിലൊക്കെ വളരെ താല്പര്യമുണ്ടാക്കി. അന്റോണിയോ ആൻഡ് ഫെലിക്സ് വെർ വെൽ ലൈക്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. കാരണം ഈ കുട്ടികൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. ഈച്ച് ഹാഡ് ഹിസ് ഓൺ ലോയൽ ഫോളോയിങ്. അവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ചില ഫാൻസൊക്കെ ഉണ്ട്, ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ദ ഫൈറ്റ് വാസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ടോംകിൻ സ്ക്വയർ പാർക്ക്. ഇനി ഈ ഫൈറ്റ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം ടോംകിൻ സ്ക്വയർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദ മോർണിംഗ് ഓഫ് ദ ഫൈറ്റ് ടോംകിൻ സ്ക്വയർ പാർക്ക് വാസ് ബി ഹൈവ് ഓഫ് ആക്ടിവിറ്റി. എന്ന് വെച്ചാൽ എന്താണ്, ഈ ടോംകിൻ സ്ക്വയർ പാർക്ക് എന്ന് പറയുന്ന പാർക്കിൽ, ആ സ്ക്വയർ പാർക്കിൽ വളരെ ബി ഹൈവ് ഓഫ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു ഹേസ്റ്റി വർക്കിംഗ് നടക്കണം, തിരക്കിട്ട പണികൾ നടക്കുന്നു. വിത്ത് ന്യൂമറസ് വർക്കേഴ്സ് സെറ്റിംഗ് അപ്പ് ദ റിംഗ്. ഒരുപാട് തൊഴിലാളികൾ നിന്നിട്ട് പടുത്തുയർത്തിക്കൊണ്ട് കെട്ടിപ്പൊക്കാണ് ഫൈറ്റ് നടക്കാനുള്ള റിങ്, പിന്നെ ദ സീറ്റ് ആൻഡ് ദ ഗസ്പിക്കസ് ആൻഡ് ഇരിപ്പിടങ്ങൾ, വിശിഷ്ടാതിഥികൾ ഇരുത്താനുള്ള ഇടങ്ങൾ, ഇങ്ങനെ ഒരുപാട് പണികൾ നടക്കുന്നു. ആ പാടെ തിക്കും തിരക്കും. ദ ഷെഡ്യൂൾഡ് ബൗട്ട്സ് ബിഗാൻ ഷോർട്ട്ലി ആഫ്റ്റർ നൂൺ. അങ്ങനെ പറഞ്ഞിരുന്ന പോലെ, ഷെഡ്യൂൾ ചെയ്ത പോലെ എന്താണ്, ഉച്ച നേരത്ത് ബൗട്ട് ആരംഭിച്ചു. ആൻഡ് ദ പാർക്ക് ഹാഡ് ബിഗൻ ഫില്ലിംഗ് ഈവൻ ഏർലിയർ. അതും എത്രയോ മുമ്പ് തന്നെ പാർക്ക് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഒരു ആങ്ഷ്യസ് ആയ ടൈമാണല്ലോ അത്. ദ വെയിറ്റിംഗ് ടൈം വാസ് ഓവർ. എന്തായാലും ആ ആങ്സൈറ്റിയുടെ വെയിറ്റിംഗിൻ്റെ ടൈം എല്ലാം കഴിഞ്ഞു. ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് ഫ്രം ദ ക്ലാസ് റൂം ബൈ എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ് ടീഷർട്ട്. ഒരു ഡസൻ ഫാൻസെങ്കിലും വരുന്ന ആൾക്കാർ എല്ലാവരും ഒരേപോലെ ടീഷർട്ടൊക്കെ, വെള്ള ടീഷർട്ടൊക്കെ ഇട്ട് എസ്കോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അകമ്പടി സേവിച്ച് ഫെലിക്സിനെ കൊണ്ടുവന്നു.
അവരുടെ ജിംനാസ്റ്റിക് ക്ലാസ് റൂമിൽ നിന്ന്. അന്റോണിയോ വാസ് എസ്കോർട്ടഡ് ഡൗൺ എ ഡിഫറെൻറ്റ് സ്റ്റെയർവെൽ. അന്റോണിയോ മറ്റൊരു വഴിയിലൂടെയാണ് കൊണ്ടുവന്നത്. ആൻഡ് ഗൈഡഡ് ത്രൂ എ റോപ്ഡ് ഓഫ് പാത്ത്. അവനെ ഒരു കയർ കെട്ടിത്തിരിച്ച്, അപ്പോൾ അവർ ആ പ്രസക്തിയാണ് ഇതിൽ കാണിക്കുന്നത്. അവർ എന്താണ് ഇത്രമാത്രം പ്രിയപ്പെട്ടവരാണ്. കയർ കെട്ടിത്തിരിച്ച പാതയിലൂടെ അവനെയും നടത്തിക്കൊണ്ടുവന്നു. ആസ് ദി ടു ക്ലൈംബ്ഡ് ഇൻ ദ റിംഗ്. രണ്ടുപേരും വന്ന് ആ റിങ്ങിൽ കയറിയപ്പോൾ ദ ക്രൗഡ് എക്സ്പ്ലോഡഡ് വിത്ത് എ റോർ. ജനം അങ്ങോട്ട് അലറിയാർത്ത് വിളിച്ചു. അന്റോണിയോ ആൻഡ് ഫെലിക്സ് ബോത്ത് ബൗഡ് ഗ്രേസ്ഫുള്ളി. രണ്ടുപേരും സദസ്സിനെ ഗംഭീരമായി വണങ്ങി. ആൻഡ് ദെൻ റേസ്ഡ് ദെയർ ആംസ് ഇൻ അക്നോളജ്മെൻറ്റ്. എന്നിട്ട് അത് അംഗീകരിച്ച രീതിയിൽ അവർ അവരുടെ കൈകൾ വീശി. അന്റോണിയോ ട്രൈഡ് ടു ബി കൂൾ. അന്റോണിയോ കൂളായി നിൽക്കാൻ ശ്രമിച്ചു. ഹി ടേൺ സ്ലോലി ടു മീറ്റ് ഫെലിക്സസ് ഐസ് ലുക്കിംഗ്. അവൻ തിരിഞ്ഞ് ഫെലിക്സിൻ്റെ കണ്ണിൽ നോക്കി. അപ്പോൾ കാണാം ലുക്കിംഗ് ഡയറക്ട്ലി ഇൻ ടു ഹിസ്. ഫെലിക്സിൻ്റെ കണ്ണുകൾ ഡയറക്റ്റായിട്ട് തൻ്റെ കണ്ണിലോട്ട് തറഞ്ഞിരിക്കണം. അപ്പോൾ അവർ ഒരേ ടേബിൾ ഒരേ ആക്ഷനാണ് ചെയ്യുന്നത്. അത്ര സിമിലാരിറ്റിയാണ് അവരെ മേലെ. ഫെലിക്സ് നോഡഡ് ഹിസ് ഹെഡ് ആൻഡ് അന്റോണിയോ റെസ്പോണ്ടഡ്. ഫെലിക്സ് തലയാട്ടി, അന്റോണിയോ തിരിച്ച് തലയാട്ടി പ്രതികരിച്ചു. അപ്പോഴേക്കും ബോങ് 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 എന്ന് മണി മുഴങ്ങി. ദ റോർ ടേൺഡ് ടു സ്റ്റിൽനെസ്. ഇനി കാരണം ജസ്റ്റ് മിനിറ്റിനുള്ളിൽ മത്സരം ആരംഭിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ദ റോർ ടേൺ ടു സ്റ്റിൽനെസ്. ജനം ആർത്ത് വിളിച്ച് ജനം സ്റ്റില്ലായി, നിശ്ചലരായി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ അനൗൺസർ സ്പോക്ക് സ്ലോലി. പതിയെ ആ അനൗൺസർ സംസാരിച്ചു. മാന്യ മഹാജനങ്ങളെ, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്താണ്. അപ്പോൾ ഈ പേജ് നമ്മൾ കവർ ചെയ്യുമ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ. എന്താണ്? ബോത്ത് അന്റോണിയോ ആൻഡ് ഫെലിക്സ് ഫെലിക്സ് വാണ്ടഡ് ടു വിൻ ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. വാട്ട് മൈറ്റ് ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? അന്റോണിയോ തോട്ട് ദാറ്റ് ദ ഫൈറ്റ് വുഡ് നോട്ട് അഫക്റ്റ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫെലിക്സ്. ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. ഫ്രണ്ട്ഷിപ്പ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഫെലിക്സ് വുഡ് ബി ജസ്റ്റ് ആൻ ഒപ്പോണൻറ്റ്. Similar thoughts passed through the mind of Felix and Antonio. So both prayed for victory in the first round. Then next question എന്താണ്? The Amigo brothers were popular as boxers. How do you know? അപ്പോൾ നമുക്കറിയാലോ, ലാർജ് പോസ്റ്റേഴ്സ് വെയർ പ്ലാസ്റ്റേർഡ് ആൾ ഓവർ ദ വാൾസ് ഓഫ് ലോക്കൽ ഷോപ്സ് അനൗൺസിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്. The fight created a great interest in the neighborhood. People liked both Antonio and Felix very much. Each had fans and loyal followers. So it is clear that they were very popular as boxers.